മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ ഇടത് സംഘടനാ പ്രവർത്തകർ തയ്യാറാക്കിയ വാഴ്ത്തുപാട്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ പാടി അവസാനിപ്പിച്ചു. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചതിന് പിന്നാലെയാണ് വാഴ്ത്തുപാട്ട് ആരംഭിച്ചത്. അങ്ങനെയാണെങ്കിൽ പാട്ടുണ്ടാക്കിയ ആൾ എന്റെ അടുത്ത് വരട്ടെ, ഇതുവരെ വന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനെയൊരു കാര്യം വരുമ്പം തന്നെ ഈ സകലമാന കുറ്റങ്ങളും എന്റെ തലയിൽ ചാർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അങ്ങനെ ആളുകൾക്ക് വല്ലാത്ത വിഷമം സ്വാഭാവികമായിട്ടുണ്ടാവും. അതങ്ങനെയേ കാണുന്നതായിട്ടുള്ളൂ. അതല്ലാതെ ഞങ്ങളാരും വ്യക്തിപൂജക്ക് നിന്നു കൊടുക്കുന്നയാളല്ല. വ്യക്തിപൂജയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ആർക്കും നേടാനും കഴിയുന്നില്ല. സെൻട്രൽ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയ വേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തും മുൻപ് തന്നെ അവതാരകർ അണിനിരന്ന് ഗാനാലാപനം തുടങ്ങിയിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി വേദിയിലേക്ക് വരുമ്പോഴും ഇത് തുടർന്നു. മുഖ്യമന്ത്രി സദസ്സിന്റെ പുറകിൽ നിന്ന് നടന്ന് വേദിയിലെ കസേരയിൽ വന്നിരുന്ന ശേഷവും തുടർന്ന ഗാനാലാപനം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് അവസാനിപ്പിച്ചത്. സെക്രട്ടേറിയറ്റിലെ ഇടത് സംഘടനാ പ്രവർത്തകരായ സ്ത്രീകളും പുരുഷന്മാരുമടക്കം 100ഓളം പേർ ചേർന്നാണ് ഗാനം ആലപിച്ചത്. നിരന്തരം തന്നെ അധിക്ഷേപിക്കുന്നതിനിടെ ആരെങ്കിലും പുകഴ്ത്തുന്നത് നല്ലതല്ലേ എന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഇന്നലെ സ്വീകരിച്ചത്. വല്ലാതെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലേശം പുകഴ്ത്തൽ വന്നാൽ അത് നിങ്ങൾക്ക് അസ്വാസ്ഥ്യം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. സകലമാന കുറ്റങ്ങളും എന്റെ തലയിൽ ചാർത്താൻ ശ്രമിക്കുന്ന ചില കൂട്ടരുണ്ടല്ലോ, അവർക്ക് വല്ലാത്ത വിഷമം സ്വാഭാവികമായിട്ടുണ്ടാകും. ഞങ്ങളാരും വ്യക്തിപൂജയ്ക്ക് നിന്ന് കൊടുക്കില്ല. വ്യക്തിപൂജ നടത്തി ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം നേടിയെടുക്കാനാകുമില്ലെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് സ്തുതിഗീതമെഴുതിയ കവിക്ക് സർക്കാർ സഹായം നൽകിയതായി റിപ്പോർട്ട്. ക്ലറിക്കൽ അസിസ്റ്റന്റ് വിരമിച്ച ചിത്രസേനനെ ധനവകുപ്പിൽ സ്പെഷ്യൽ മെസ്സഞ്ചറായി നിയമനം നൽകുകയായിരുന്നു. ഇയാളുടെ നിയമനത്തിലും ദുരൂഹതയുണ്ടെന്ന വിവരവും പുറത്തു വന്നിരുന്നു. പുനർനിയമനം ആവശ്യപ്പെട്ട് ചിത്രസേനൻ അപേക്ഷ നൽകുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ 25-നാണ്. നിയമനം നൽകി ഉത്തരവിറക്കിയത് 24-നും. അപേക്ഷ നൽകുന്നതിന് മുമ്പ് ദിവസവേതന നിയമനം നൽകിയിരുന്നു. അതേസമയം ഇയാളുടെ ഫയൽ നീക്കിയത് ഇടതു സംഘടനാ സെക്രട്ടറിയായ ഉദ്യോഗസ്ഥനാണെന്നും പുറത്തു വന്നിട്ടുണ്ട്. എന്നെ കുറിച്ചാണ് ആരെങ്കിലും ഇതുപോലൊരു കവിത എത്തി പാടുവാണെങ്കിൽ ഞാൻ ഓടി രക്ഷപ്പെടും. അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓടി രക്ഷപ്പെടും. കാരണം ഇത് ഉണ്ടാക്കി വന്നവന്റെ ഉദ്ദേശം എന്താണെന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കണ്ടേ. അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അൺപോപ്പുലറായി നിൽക്കുന്ന, ജനവിരുദ്ധനായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് ഇതുപോലെ കവിത എഴുതിയെന്നവരെ ഒരു നല്ല നമസ്കാരം അവർക്ക് പറയണത്രേ.